Hi students, welcome to Chemistry Crash Course. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ 14ാമത്തെ ചാപ്റ്ററായ ബയോമോളിക്യൂൾസ് ആണ്. എന്താണ് ബയോമോളിക്യൂൾസ്? നമുക്കറിയാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ സർഫസിലൂടെ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം തിയറി ഒന്ന് ഓടിച്ചിട്ട് പോകാം. എന്താണ് ബയോമോളിക്യൂൾസ്? നമുക്കറിയാം ലൈഫ്ലെസ് കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഫോം ദി ബേസിസ് ഓഫ് ലൈഫ്. They build living system, also responsible for growth, maintenance and reproduction. Lifeless ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഒരു ലൈഫിന്റെ ബേസ് എന്ന് പറയുന്നത്. അവ എന്തൊക്കെയാണ് ചെയ്യുന്നത്? They build living system. ഒരു ലിവിംഗ് സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യുന്നു. Responsible for growth, maintenance and reproduction. ഗ്രോത്തിനും മെയിൻ്റനൻസിനും റിപ്രൊഡക്ഷനും റെസ്പോൺസിബിൾ ആണ്. അങ്ങനത്തെ ആ മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, വിറ്റാമിൻസ്, എൻസൈംസ്, ന്യൂക്ലിക് ആസിഡ്സ് എക്സെട്ര. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തിന്റെ എക്സാമ്പിളാണ്? ബയോമോളിക്യൂൾസിന്റെ എക്സാമ്പിളാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കാർബോഹൈഡ്രേറ്റുകളെ പറ്റി, അമിനോ ആസിഡുകളെ പറ്റി, പ്രോട്ടീനുകളെ പറ്റി, എൻസൈമുകളെ പറ്റി, വിറ്റാമിനുകളെ പറ്റി ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് which form this on hydrolysis. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രോളിസിസിലൂടെയാണ് ഫോം ചെയ്യുന്നത്. എന്താണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ? It is a breakdown process or reaction within the presence of water. വാട്ടറിന്റെ പ്രസൻസിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് polyhydroxy aldehydes or ketones which form this on hydrolysis. അത്തരം കോമ്പൗണ്ടുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റുകൾക്ക് മറ്റൊരു പേരുണ്ട്. ഇയാളെ സാക്കറൈഡുകൾ എന്ന് വിളിക്കും. സാക്കറൈഡുകൾ എന്ന് വിളിക്കും. ജനറൽ ഫോർമുല CxH2OY times X and Y 3 4 5 6 7 8 9 10 ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ക്ലാസിഫൈ ചെയ്യാം. കാർബോഹൈഡ്രേറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് പിന്നെ പഠിച്ചത്. കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ അതിന്റെ ടേസ്റ്റിന്റെ ബേസിൽ, ഹൈഡ്രോളിസിസിന്റെ ബേസിൽ, റിഡക്ഷന്റെ ബേസിൽ, റെഡ്യൂസിംഗ് ഓർ നോൺ റെഡ്യൂസിംഗിന്റെ ബേസിൽ ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ടേസ്റ്റ്. രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്: ഷുഗേഴ്സ് ആൻഡ് നോൺ ഷുഗേഴ്സ്. ടേസ്റ്റ് ഉള്ളവ, ടേസ്റ്റ് ഇല്ലാത്തവ. നമുക്കറിയാം ഷുഗേഴ്സ് സ്വീറ്റഡ് ആയിരിക്കും. ഷുഗേഴ്സ് എന്തായിരിക്കും? സ്വീറ്റും ആയിരിക്കും. ഷുഗേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇതൊക്കെ സ്വീറ്റഡ് ടേസ്റ്റുകളാണ്. ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ അത് മോണോസാക്കറൈഡുകളും ഒലിഗോസാക്കറൈഡുകളും ഷുഗേഴ്സിന്റെ ഗണത്തിൽപ്പെടുന്നവയാണ്. ഓക്കെ, നമ്മൾ എന്താണ് മോണോസാക്കറൈഡ് എന്നും എന്താണ് ഒലിഗോസാക്കറൈഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ മോണോസാക്കറൈഡുകളും ഒലിഗോസാക്കറൈഡുകളും ഷുഗേഴ്സിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. നോൺ ഷുഗേഴ്സ് അല്ലെങ്കിൽ അതിൽ പെടുന്നതാണ് പോളിസാക്കറൈഡുകൾ. നോൺ ഷുഗേഴ്സ് ഇത് സ്വീറ്റഡ് ആണെങ്കിൽ നോൺ ഷുഗേഴ്സ് എന്തായിരിക്കും? ടേസ്റ്റ്ലെസ് ആയിരിക്കും. ടേസ്റ്റ് ഇല്ല. പോളിസാക്കറൈഡുകളാണ് നോൺ ഷുഗേഴ്സിന്റെ എക്സാമ്പിൾ. പോളിസാക്കറൈഡുകൾ നമുക്കറിയാം സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഇവയെല്ലാം എന്താണ്? പോളിസാക്കറൈഡുകളാണ്. അവയെല്ലാം എന്തായിരിക്കും? അപ്പോൾ നോൺ ഷുഗേഴ്സ് ആയിരിക്കും. എന്തായിരിക്കും? നോൺ ഷുഗേഴ്സ് ആയിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നമ്മൾ പറഞ്ഞു. എന്താണ് ഹൈഡ്രോളിസിസ് എന്ന പ്രോസസ്? എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈഡ്രോളിസിസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റുകൾ മൂന്നായി തരംതിരിക്കുന്നു: മോണോസാക്കറൈഡുകൾ, ഒലിഗോസാക്കറൈഡുകൾ ആൻഡ് പോളിസാക്കറൈഡുകൾ. മോണോസാക്കറൈഡ്സ്, ഒലിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. എന്താണ് മോണോസാക്കറൈഡ്? മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളാണ് മോണോസാക്കറൈഡുകൾ. ഓക്കെ, അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അതിലും സ്മോളർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആക്കി മാറ്റാൻ പറ്റില്ല. അവരെന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോളൈസ് ചെയ്ത് അതിലും സ്മോളർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആക്കാൻ പറ്റില്ല. അത്തരം ആളുകളാണ് മോണോസാക്കറൈഡുകൾ. അതിന്റെ ജനറൽ ഫോർമുലയാണ് CH2ON times. CH2ON times N 3 to 7. നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണ്? ഗ്ലൂക്കോസിന്റെ ഫോർമുല? C6H12O6. ഫ്രക്ടോസിന്റെയോ സെയിം ഫോർമുലയാണ് അല്ലേ?
അതുപോലത്തെ ഫോർമുല ഉള്ള ആളുകളാണ് മോണോസാക്കറൈഡ്. അവയെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ബ്രോക്കൺ ചെയ്തിട്ട് അതിന് സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കാൻ പറ്റില്ല. അത്തരം ആളുകൾക്കാണ് എന്ത് പറയുന്നത്, മോണോസാക്കറൈഡുകൾ എന്ന് പറയുന്നത്. ഈ മോണോസാക്കറൈഡുകളെ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും രണ്ടായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. അതാണ് ആൽഡോസ് ആൻഡ് കീറ്റോസ്. ആൽഡോസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെ കിട്ടും. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ, ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പുകളാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് ആൽഡോസ് എന്ന് പറയും. ഒരു ആൽഡോസിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഒരു കീറ്റോസിന്റെ എക്സാമ്പിൾ ആണ് ഫ്രക്ടോസ്. ഓക്കെ, ആൽഡോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതായിരിക്കും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കും. കീറ്റോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് ആയിരിക്കും, കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും. മോണോസാക്കറൈഡ് കഴിഞ്ഞു. ഇനി അടുത്തത് ഒലിഗോസാക്കറൈഡുകൾ. എന്താ പറയാ, ഒലിഗോസാക്കറൈഡുകൾ. എന്താണ് ഒലിഗോസാക്കറൈഡ്? നമ്മൾ പറഞ്ഞു ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ നേരെ മുകളിലുള്ള ആളായിരിക്കും ഒലിഗോസാക്കറൈഡ്. ഒലിഗോസാക്കറൈഡുകളെ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടും. എന്ത് കിട്ടും? നമ്മൾ ഒലിഗോസാക്കറൈഡ്സിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടും. കാരണം മോണോസാക്കറൈഡ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അത്രയും 2 മുതൽ 10 വരെ മോണോസാക്കറൈഡുകൾ യൂണിറ്റുകൾ കിട്ടും. അവർക്ക് പറയുന്ന പേരാണ് ഒലിഗോസാക്കറൈഡ്. എന്താ പറയാ, ഒലിഗോസാക്കറൈഡ്സ്. ഒലിഗോസാക്കറൈഡ്സ് ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ്, ടെട്രാസാക്കറൈഡ്സ്, പെന്റാസാക്കറൈഡ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഡൈസാക്കറൈഡുകളാണ്. ഡൈസാക്കറൈഡുകളുടെ എക്സാമ്പിൾ ആണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. നമ്മൾ സൂക്രോസിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? സൂക്രോസ് എന്തിനൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും. അപ്പോൾ നമ്മൾ സൂക്രോസിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും കിട്ടും, ഒരു ഫ്രക്ടോസും കിട്ടും. നമ്മൾ മാൾട്ടോസിനെയാണ് ഹൈഡ്രലൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് 2 ഗ്ലൂക്കോസുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ലാക്ടോസിനെയാണ് ഹൈഡ്രലൈസ് ചെയ്യുന്നതെങ്കിലോ ഒരു ഗാലക്ടോസും ഒരു ഗ്ലൂക്കോസും കിട്ടും. ഓക്കെ, അതാണ് ഒലിഗോസാക്കറൈഡ്. ഇനി അടുത്തതാണ് മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ് കഴിഞ്ഞാൽ അടുത്തതാണ് പോളിസാക്കറൈഡുകൾ. എന്താണ് പോളിസാക്കറൈഡുകൾ? ആ പേര് തന്നെ ഉണ്ട്. അയാൾ സിംപ്ലസ്റ്റ് അല്ല, 2 മുതൽ 10 വരെ ഒന്നും അല്ല. അയാൾ എന്താണ്, മോർ നമ്പർ ഓഫ് മോണോസാക്കറൈഡുകൾ കിട്ടും. എത്ര കിട്ടും? ഒരുപാട് മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടും. നമ്മൾ ആ പോളിസാക്കറൈഡിനെയാണ് ഹൈഡ്രലൈസ് ചെയ്യുന്നത്. അത്തരം കോമ്പൗണ്ടുകൾക്ക് പറയുന്ന പേരാണ് പോളിസാക്കറൈഡ്. എന്താ പറയാ, പോളിസാക്കറൈഡ്. Polysaccharide hydrolyzed to get more number of monosaccharide units. ഇയാളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് C6H10O5 and tails ആണ്. ഇയാളുടെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഒക്കെ ആരുടെ എക്സാമ്പിൾ ആണ്? പോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ്. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് സ്റ്റാർച്ചിന്റെ ഫോർമുല, ജനറൽ ഫോർമുല. അപ്പോൾ നമുക്ക് എന്താ പറയാം? C6H10O5 N times എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ ഓൺ ദി ബേസിസ് ഓഫ്, നമ്മളിപ്പോ എന്ത് ചെയ്തു? ബേസിസ് ഓഫ് ടേസ്റ്റ്, ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. അതാണ് റെഡ്യൂസിങ് ഓൺ ദി ബേസിസ് ഓഫ് റെഡ്യൂസിങ് ഓർ നോൺ റെഡ്യൂസിങ്. ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കാം. അതായത് റെഡ്യൂസിങ് അല്ലെങ്കിൽ നോൺ റെഡ്യൂസിങ്. ഒരു കാർബോഹൈഡ്രേറ്റ് ഫെയിൽസ് സൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ ടോളറൻസ് സൊല്യൂഷൻ ആയിട്ടോ എന്ത് ചെയ്യപ്പെടുകയാണ്? റെഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് പറയും? റെഡ്യൂസിങ് എന്ന് പറയും. റെഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നോൺ റെഡ്യൂസിങ് എന്ന് പറയും. നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റിന്റെ മേജർ എക്സാമ്പിൾ ആണ് സൂക്രോസ്. സൂക്രോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആൽഫ ഗ്ലൂക്കോസും ഒരു ബീറ്റ ഫ്രക്ടോസും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് 2 റെഡ്യൂസിംഗ് ആണ്. അതുകൊണ്ട് ഇത് എന്തല്ല, സൂക്രോസ് എന്തല്ല, റെഡ്യൂസിംഗ് അല്ല. പക്ഷേ നമുക്ക് മാൾട്ടോസിനെ, ലാക്ടോസിനെ ഒക്കെ എന്താക്കാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവയൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? റെഡ്യൂസിംഗ് കാർബോഹൈഡ്രേറ്റുകളുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ, ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാം. ഗ്ലൂക്കോസ് അതിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6 ആണ്. അതറിയാത്തതായിട്ട് ആരും ഇല്ല. ഓക്കെ, it is the monomeric units of starch and cellulose. Cellulose is the most abundant organic compound in the earth.
പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുക? ഫ്രം കെയിൻ ഷുഗർ അല്ലെങ്കിൽ സൂക്രോസ്. സൂക്രോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് ആസിഡുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ നമുക്ക് എന്ത് കിട്ടും? മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും ഗ്ലൂക്കോസ്, സെയിം ആയിരിക്കും ഫ്രക്ടോസ്. ഇതിന്റെ ജനറൽ ഫോം എന്താണ്? ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും രണ്ടും നമുക്കറിയാം C6H12O6. ഇവ തമ്മിലുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ആൽഡോ ഹെക്സോസ് ആണ്, ഒന്ന് കീറ്റോ ഹെക്സോസ് ആണ്. ആരാണ് ആൽഡോ ഹെക്സോസ്? ഗ്ലൂക്കോസ് ആണ് ആൽഡോ ഹെക്സോസ്. കാരണം ഇയാൾക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഫ്രം സ്റ്റാർച്ച്. സ്റ്റാർച്ചിന്റെ ഫോർമുല നമുക്കറിയാം. സ്റ്റാർച്ച് ഇസ് എ പോളിസാക്കറൈഡ്. അയാളുടെ ജനറൽ ഫോർമുല പഠിച്ചതാണ് C6H10O5N ടൈംസ്. ഇയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രലൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ 393 കെൽവിൻ ഹീറ്റ് ചെയ്യുന്നു. അറ്റ് കണ്ടീഷൻ എന്താണ്? 2 to 3 atm പ്രഷർ. നമുക്ക് കിട്ടും എന്ത് കിട്ടും? ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസുകൾ കിട്ടും. ഇനി നമുക്ക് ഇയാളുടെ സ്ട്രക്ചർ നോക്കാം. ആദ്യം നമ്മൾ ഇയാളുടെ ഓപ്പൺ സ്ട്രക്ചർ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? C6H12O6 ആണ്. ഞാൻ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. CH2OH. ഇവിടെ എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇതെന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ടാണ് ഗ്ലൂക്കോസിനെ എന്ത് വിളിക്കുന്നത്? ആൽഡോ ഹെക്സോസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കുക, OH. ഇതാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് OH. ഇയാൾ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ ആരാണ്? ഈ കാർബൺ ആണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പിലുള്ള കാർബൺ. ഓക്കെ, 6th കാർബൺ ആൽക്കഹോൾ ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസിന്റെ ഒരു ഓപ്പൺ സ്ട്രക്ചർ. ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു കാർബൺ ഉണ്ട്, ആൽഡിഹൈഡ്. ഇയാൾ എന്താണ്? മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് ദാൻ ആൽഡിഹൈഡ് കാർബൺ. ഓക്കെ, ഇയാളേക്കാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഇനി 5th കാർബൺ നോക്കുകയാണെങ്കിൽ ഇയാൾ പോസിറ്റീവ് ആണ്, ഇയാൾ നെഗറ്റീവ് ആണ്. ഇവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഒരു ഇന്ററാക്ഷൻ സംഭവിക്കുന്നു. അതിലൂടെ ഈ ഹൈഡ്രജൻ എവിടെ എത്തുന്നു? ഇവിടെ ഓക്സിജൻ എത്തുന്നു. അപ്പോൾ ഈ കാർബണും ഈ ഓക്സിജനും മറ്റൊരു ഇന്ററാക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പുതിയ സ്ട്രക്ചർ കിട്ടും, ഒരു ഐസോമർ കിട്ടും. എന്ത് കിട്ടും? ഒരു ഐസോമർ കിട്ടും. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഐസോമർ വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കാം. CH2OH. ഇവിടെ എന്താണ്? C ഇന്ററാക്ഷൻ അല്ലേ? 5th കാർബണായിട്ട് ഇന്ററാക്ഷൻ. OH. ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇവിടെ OH ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ H. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് OH. ഓക്കെ, ഇയാൾ നമ്മൾ പറയുന്ന പേരാണ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് OH ഫോം ചെയ്തത്. അപ്പോൾ ഇയാൾക്ക് നമ്മൾ പറയും ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കാം, ഇതിന്റെ മറ്റൊരു ആനോമർ ആണ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. എന്താണ് പറയുന്നത്? ബീറ്റ ഡി ഗ്ലൂക്കോസ് CH2OH. ഇവിടെ എന്ത് ഫോം ചെയ്തു? COOH. ഇവിടെ OH ഗ്രൂപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയും. എന്ത് പറയും? ബീറ്റ ഡി ഗ്ലൂക്കോസ്. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇതാണ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇതാണിത് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇതാണിത് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇത് രണ്ടും എന്താണ്? ആനോമറുകളാണ്. എന്താണ്? ആനോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഗ്ലൂക്കോസിന്റെ ഫിഷർ പ്രൊജക്ഷൻ ആണ്, ഫിഷർ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഹാവോത്ത് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് പഠിക്കാം. ഹാവോത്ത് സ്ട്രക്ചർ 6 മെമ്പേർഡ് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് കോൾഡ് പൈറിനോസ്. എന്താ വിളിക്കുക? പൈറിനോസ് എന്നാണ് വിളിക്കുക. പൈറിനോസ് 6 മെമ്പേർഡ് ആയിട്ടുള്ള സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈറിനോസ്. നമ്മൾ പൈറൈൻ എന്ന പേര് 1 ഓക്സിജൻ ആൻഡ് 5 കാർബൺ ഇൻ ദ റിംഗ്. ഒരു ഓക്സിജനും 5 കാർബണുകളുള്ള ഒരു റിംഗിനെ പറയുന്ന പേരാണ്, നമ്മൾ സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് പൈറൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം ഫിഷർ സ്ട്രക്ചർ ആണ് ഇത്. നമ്മൾ എന്തുണ്ടാക്കി? ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും ഉണ്ടാക്കി അനോമേഴ്സ് ഫോം ചെയ്തു. ഇനി ഹാവോത്ത് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം.
ആൽഫ ഗ്ലൂക്കോസിന്റെ ഹാബോത്ത് സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നുകൂടി നമുക്ക് എന്തുണ്ടാക്കാം, ആൽഫ ഗ്ലൂക്കോസിന് ഉണ്ടാക്കാം. എങ്ങനെയായിരുന്നു? ഇവിടെ സി ഒ എച്ച് എച്ച് ഒ എച്ച് എച്ച് ഒ എച്ച് എച്ച് ഒ എച്ച്. ഓക്കെ, സി എച്ച് ടു ഒ എച്ച് സി ഒ എച്ച് എച്ച്. ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ആൽഫ ഡി ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസിന് നമുക്ക് ഹാബോത്ത് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എല്ലാവരെയും നമ്മുടെ സൈക്ലിക് റിംഗിന്റെ മുകളിലാണ് പോകുന്നത്. വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓക്സിജൻ, ഓക്കെ ഓക്കെ, ഇവിടെ CH2OH. റെഡി? ഇവിടെ നോക്കുക, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആളുകളെ മുകളിൽ കൊടുക്കുക. അപ്പം എച്ച് എച്ച് ഒ എച്ച് എച്ച്. ഓക്കെ, അപ്പൊ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒ എച്ച് എച്ച് ഒ എച്ച് ഒ എച്ച്. ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ്. ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ്. ഇതാണ് ഹാബോത്ത് സ്ട്രക്ചർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഇനി നമ്മൾ ഇതേപോലെ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണെങ്കിൽ ഒന്ന് നോക്കാനില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? OH ഇവിടെയാണ്, H ഇവിടെയാണ്. ഇതാണ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ബീറ്റ ഡി ഗ്ലൂക്കോസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? O CH2OH H. ഇനി നോക്കുക, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആളുകളെ മുകളിൽ വരയ്ക്കും. ഓക്കെ, അപ്പം OH H അടുത്തത് H H OH H OH H. ജസ്റ്റ് ഓപ്പോസിറ്റ് OH H OH. ഇതാണ് ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ എന്ത് സ്ട്രക്ചർ? ഹാബോത്ത് സ്ട്രക്ചർ. ഇതാണ് സിമ്പിൾ ട്രിക്ക്. എന്ത് ഒരു ഹാബോത്ത് സ്ട്രക്ചർ വരയ്ക്കാനുള്ള സിമ്പിൾ ട്രിക്ക്. ഇയാളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് റിംഗിന്റെ മുകളിൽ വരയ്ക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് റിംഗിന്റെ താഴെ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഫ്രക്ടോസിന്റെ മോളിക്കുലർ ഫോർമുല നമുക്കറിയാം, C6H12O6 ആണ്. ഇറ്റ് ഈസ് എ കീറ്റോഹെക്സോസ്. 5 membered cyclic structure of fructose is called furanose. നമ്മുടെ സൈക്ലിക് സ്ട്രക്ചർ അതായത് ഹാബോത്ത് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് furanose. 5 membered cyclic structure of fructose is called furanose. ഓക്കെ, നമ്മൾ ഒരു ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് നോക്കാം. ഇതാണ് ഫ്രക്ടോസിന്റെ ഓപ്പൺ സ്ട്രക്ചർ. ഇവിടെ നമുക്ക് CH2OH മോളിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഓപ്പൺ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇനി നമ്മൾ ഇതിന്റെ അനോമസ് നോക്കാം. എങ്ങനെയായിരിക്കും അനോമസ് വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഗ്ലൂക്കോസിന്റെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്ത് ഉപയോഗിക്കുന്നു? ഇന്ററാക്ഷൻസ് ഉപയോഗിക്കുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് കിട്ടുന്നു, നമുക്ക് അനോമസ് കിട്ടുന്നു. CH2OH CH2OH. ഓക്കെ, H H OH. ഇവിടെ എന്ത് ഫോം ചെയ്യും? OH ഫോം ചെയ്യും. ഒരു ഇന്ററാക്ഷൻ അല്ലേ? ഇവിടെ OH H. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആൽഫ ഡി ഫ്രക്ടോസ്. ഇതിന് പറയുന്ന പേരാണ് ആൽഫ ഡി ഫ്രക്ടോസ്. ഇനി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബീറ്റ ഡി ഫ്രക്ടോസ് എങ്ങനെയാണ് വരുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. CH2OH H H OH CH2OH OH OH. ഇതാണ് ബീറ്റ ഡി ഫ്രക്ടോസ്. ബീറ്റ ഡി ഫ്രക്ടോസ്. ഇതിന് നമുക്ക് ഇവരുടെ ഇത് ഫിഷർ സ്ട്രക്ചർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഹാബോത്ത് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവരുടെ ഹാബോത്ത് സ്ട്രക്ചർ നോക്കാൻ പോവാണ്. ഹാബോത്ത് സ്ട്രക്ചർ ആയിട്ട് നമുക്കറിയാം, ഇത് 5 membered റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂറാന്റെ സ്ട്രക്ചർ പോലെ ആയിരിക്കും. ഞങ്ങൾക്ക് നമ്മൾ ഫ്യൂറാനോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ CH2OH. ഇവിടെ നോക്കാം, CH2OH ആയി, O ആയി, C ആയി. റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്
എന്തായിരിക്കും മുകളിൽ വരുന്നതാണ് പറഞ്ഞത് CH2OH OH. ഓക്കെ, OH H OH. ഓക്കെ, ഇതാണ് ആൽഫ ഡി ഫ്രക്ടോസിന്റെ എന്ത് ഹാർബോത്ത് സ്ട്രക്ചർ. ഇനി നമുക്ക് ബീറ്റ ഡി ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നോക്കാം. നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിൽ വരണം. ഓക്കെ, ഇവിടെ CH2OH കോമൺ ആണ്. ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ സൈഡിൽ എന്തായിരിക്കും വരിക? OH ആയിരിക്കും വരിക. അടിയിൽ എന്തായിരിക്കും വരിക? CH2OH ആയിരിക്കും വരിക. ബാക്കിയൊക്കെ OH OH H. ഇതാണ് ബീറ്റ ഡി ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ. ഇതാണ് ബീറ്റ ഡി ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ. ഇങ്ങനെ ആനോമറുകളായി മാറുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് മ്യൂട്ടാറൊട്ടേഷൻ. മ്യൂട്ടാറൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ടു ആനോമേഴ്സ്. ഇത് രണ്ടും എന്താണ്? ആൽഫ ഡി ഫ്രക്ടോസും ബീറ്റ ഡി ഫ്രക്ടോസും രണ്ട് ആനോമേഴ്സ് ആണ്. അതുപോലെ തന്നെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും എന്താണ്? രണ്ട് ആനോമറുകളാണ്. ഓക്കെ, അങ്ങനെ ചേഞ്ചിങ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ബിക്കോസ് ഓഫ് ചേഞ്ചിങ് ഇക്വിലിബ്രിയം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂട്ടാറൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? മ്യൂട്ടാറൊട്ടേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഡൈസാക്കറൈഡുകളാണ്. സ്ട്രക്ചർ ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾസ് നമുക്കറിയാം. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡൈസാക്കറൈഡിന്റെ എക്സാമ്പിൾ ആണ്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒലിഗോസാക്കറൈഡിന്റെ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഭാഗമാണ് ഡൈസാക്കറൈഡ്. സൂക്രോസ് ഉണ്ടായിരിക്കുന്നത് ഒരു ആൽഫ ഡി ഗ്ലൂക്കോസും ഒരു ബീറ്റ ഡി ഫ്രക്ടോസും ചേർന്നിട്ടാണ്. ഒരു ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഒരു സൂക്രോസ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. നോക്കാം, ഇവർക്കിടയിൽ ഒരു ലിങ്കേജ് ഉണ്ട്, ഒരു COC ലിങ്കേജ് ഉണ്ട്. ഇതാണ് രണ്ട് മോണോസാക്കറൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് COC ലിങ്കേജ്. ഇങ്ങനെയുള്ള ഈ COC ലിങ്കേജ് ബിറ്റ്വീൻ മോണോസാക്കറൈഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എന്താ വിളിക്കുക? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. COC linkage between two monosaccharides are called glycosidic linkage. ഇനി നമ്മൾ മാൾട്ടോസ് നോക്കാം. മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസുകൾ ചേർന്നിട്ടാണ്. എന്ത് ചേർന്നിട്ടാണ്? രണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസുകൾ ചേർന്നിട്ടാണ് എന്തായിരിക്കുന്നത്? മാൾട്ടോസ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇതിലും കാണാം ഒരു COC ലിങ്കേജ്. ഈ COC ലിങ്കേജ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി അടുത്തത് ലാക്ടോസിന്റെ സ്ട്രക്ചർ. ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ബീറ്റ ഡി ഗാലക്ടോസും ഒരു ബീറ്റ ഡി ഗ്ലൂക്കോസും ചേർന്നിട്ടാണ്. ബീറ്റ ഡി ഗാലക്ടോസ് നോക്കാം, ഗ്ലൂക്കോസ് എന്താണ് വ്യത്യാസം നോക്കാം. ഇതാണ് ബീറ്റ ഡി ഗാലക്ടോസിന്റെ ഡിഫറൻസ്. ഓക്കെ, ഒരു ബീറ്റ ഡി ഗാലക്ടോസും ഒരു ബീറ്റ ഡി ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് എന്തായിരിക്കുന്നത്? ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചേഴ്സ്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു, പിന്നെ ഡൈസാക്കറൈഡുകളായിട്ടുള്ള മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ് ഇവരുടെ ഒക്കെ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? പ്രോട്ടീൻസ് ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള അമിനോ ആസിഡുകളെ പറ്റി പഠിക്കണം. എന്താണ് അമിനോ ആസിഡ് നോക്കാം. കോമ്പൗണ്ട് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഒരു കോമ്പൗണ്ടില് ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അമിനോ ആസിഡ്സ്. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പെപ്റ്റൈഡ്സ് ആൻഡ് പ്രോട്ടീൻ. ഇതാണ് പ്രോട്ടീൻസിന്റെയും പെപ്റ്റൈഡ്സിന്റെയും ഒക്കെ ബിൽഡിംഗ് ബ്ലോക്സ് അറിയപ്പെടുന്നത്. അമിനോ ആസിഡ്സ് 20 ടൈപ്പാണ്. 20 അമിനോ ആസിഡ്സ് ആണ്. ഡിഫറെന്റ് 6 ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും ഓരോ അമിനോ ഗ്രൂപ്പിലും അമിനോ ആസിഡ്സ് ഉണ്ടാകും. 10 essential amino acids and 10 non essential amino acids ഉണ്ട്. എത്രയുണ്ട്? 10 essential amino acidsകളും 10 non essential amino acids ഉണ്ട്. 10 essential amino acids എന്താണ്? obtained through diet ആണ്. നമുക്ക് ഡയറ്റിലൂടെ ഫുഡിലൂടെ കിട്ടേണ്ടതാണ് 10 essential ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. നമ്മുടെ ശരീരം സ്വന്തമായി ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സിനാണ് നമ്മൾ പറയുന്നത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ അമിനോ ആസിഡ്സ് അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് സിറ്റർ അയോൺ. എന്താണ് സിറ്റർ അയോൺ? ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി സെയിം മോളിക്യൂൾ ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്. ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി സെയിം മോളിക്യൂൾ ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്.
ഒരു സെയിം മോളിക്യൂളിന്റെ രണ്ട് ഭാഗം എന്തായിരിക്കും ഓപ്പോസിറ്റ്ലി ചാർജ് ആണെങ്കിൽ അത്തരം ആളുകൾക്കാണ് എന്ത് പറയുന്നത് ജിറ്റർ അയോൺ എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം അമിനോ ആസിഡ്സ് ആണ് അമിനോ ആസിഡ്സ് ആണ് ഗ്ലൈസിൻ. നമ്മൾ ഗ്ലൈസിൻ എന്താണ് ഗ്ലൈസിൻ മാത്രം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. ബാക്കിയെല്ലാം എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. നോക്കാം ഗ്ലൈസിന്റെ സ്ട്രക്ചർ നോക്കാം. ഉണ്ടല്ലോ NH2 CH2 COH. ഇത് നമുക്ക് എങ്ങനെ എഴുതാം NH3 CH2 COO എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. സെയിം മോളിക്യൂളിന്റെ രണ്ട് വശങ്ങളിൽ എന്താണ് ഒരു വശം പോസിറ്റീവ് ചാർജ് ഒരു വശം നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ്ലി ചാർജ് ആണ്. അത്തരം ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ജിറ്റർ അയോൺസ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത് ജിറ്റർ അയോൺസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം അമിനോ ആസിഡ് ഇൻ അസിഡിക് കണ്ടീഷൻ എക്സിസ്റ്റ് ആസ് പോസിറ്റീവ് അയോൺ. നമുക്കറിയാം അമിനോ ആസിഡ്സ് എന്താണ് അസിഡിക് ആയിട്ടും ബേസിക് ആയിട്ടും ന്യൂട്രൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ അസിഡിക് കണ്ടീഷൻ എന്തായിരിക്കും പോസിറ്റീവ് അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. എക്സിസ്റ്റ് ആസ് പോസിറ്റീവ് അയോൺ. പോസിറ്റീവ് അയോൺ മൈഗ്രേറ്റ് ടുവേർഡ്സ് കാഥോഡ്സ്. pH എന്തായിരിക്കും ലെസ് ദാൻ ഐസോഇലക്ട്രിക് പോയിന്റ്. ഐസോഇലക്ട്രിക് പോയിന്റിനേക്കാൾ കുറവായിരിക്കും ഇയാളുടെ pH എന്ന് പറയുന്നത്. ഇൻ ബേസിക് കണ്ടീഷൻ എക്സിസ്റ്റ് ആസ് നെഗറ്റീവ് അയോൺ. ഇവിടെ എന്തായിരിക്കും നെഗറ്റീവ് അയോൺ ആയിരിക്കും മൈഗ്രേറ്റ് ടുവേർഡ്സ് ആനോഡ് ആയിരിക്കും. pH is greater than isoelectric point. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ കണ്ടീഷനിൽ നമുക്ക് എന്താ ഉറപ്പിക്കാം pH is equal to isoelectric point. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഐസോഇലക്ട്രിക് പോയിന്റ്. എന്താണ് ഐസോഇലക്ട്രിക് പോയിന്റ്? pH at which no tendency to migrate towards anode or cathode when electric field is applied. Electric field apply ചെയ്യുന്ന സമയത്ത് ആനോഡിലേക്കോ കാഥോഡിലേക്കോ മൈഗ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരു കണ്ടീഷൻ ആ ഒരു pH ആ pH ന് പറയുന്ന പേരാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. ആ pH ന് പറയുന്ന പേരാണ് ഐസോഇലക്ട്രിക് പോയിന്റ്. ഇപ്പോൾ നമ്മൾ അമിനോ ആസിഡ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി അമിനോ ആസിഡ്സുകൾ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ടു അമിനോ ആസിഡ് ബൈ ദ റിലീസ് ഓഫ് വാട്ടർ മോളിക്യൂൾ. ഇനി നമുക്ക് പ്രോട്ടീൻസിനെ പറ്റി പഠിക്കാം. ഹൈ മോളിക്യുലർ മാസ് കണ്ടൻസേഷൻ ബൈ പോളിമേഴ്സിനാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഹൈ മോളിക്യുലർ മാസ് കണ്ടൻസേഷൻ ബൈ പോളിമർ. പോളിപെപ്റ്റൈഡ് വിത്ത് മോർ ദാൻ 100 അമിനോ ആസിഡ്സ്. ഇതിൽ എങ്ങനെയാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്? പോളിപെപ്റ്റൈഡ് ബോണ്ടുകളാണ്. അങ്ങനെ മോർ ദാൻ 100 ഓഫ് അമിനോ ആസിഡുകൾ ചേർന്നത്. മോളിക്യുലർ മാസ് ഈസ് ഹയർ ദാൻ 10,000. 10,000-നേക്കാൾ കൂടുതലായിരിക്കും മോളിക്യുലർ മാസ് ഒരു പ്രോട്ടീന്റെ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മോളിക്യുലർ ഷേപ്പ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മോളിക്യുലർ ഷേപ്പ്. മറ്റൊന്ന് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ് ആണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മോളിക്യുലർ ഷേപ്പ് നമുക്ക് ഫസ്റ്റ് പറയാം ഫൈബ്രസ് പ്രോട്ടീൻ. എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻ? ത്രെഡ് ലൈക്ക് പോളിമേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറയാം. ലൈ ബൈ സൈഡ്. എങ്ങനെയാണ് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്യാം ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അത്തരം പ്രോട്ടീൻസിന് പറയുന്ന പേരാണ് ഫൈബ്രസ് പ്രോട്ടീൻസ്. ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ എന്തായിരിക്കും സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇൻസോളിബിൾ ഇൻ വാട്ടർ ആണ്. വാട്ടറിൽ ഇൻസോളിബിൾ. അതിന്റെ എക്സാമ്പിൾസ് ആണ് കെരാറ്റിൻ, കോളജൻ, മയോസിൻ. ഇവയെല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഫൈബ്രസ് പ്രോട്ടീന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. എന്താണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്? പോളിപെപ്റ്റൈഡ്സ് ആർ ഫോൾഡഡ്. പോളിപെപ്റ്റൈഡ്സ് ആണ് എങ്ങനെയാണ് ഫോൾഡഡ് ആണ്. നേരത്തെ പറഞ്ഞത് എന്താണ് ലൈ ബൈ സൈഡ് ആണ്. സൈഡ് ബൈ സൈഡ് ആണ്. ഇത് എങ്ങനെയാണ് ഫോൾഡഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഗ്ലോബുലൈൻ സ്ട്രക്ചർ ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഹീമോഗ്ലോബിൻ ആൻഡ് എഗ് ആൽബുമിൻ. ഹീമോഗ്ലോബിൻ ആൻഡ് എഗ് ആൽബുമിൻ. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈഡ്രോളിസിസ്. ഫസ്റ്റ് സിമ്പിൾ പ്രോട്ടീൻ. എന്താണ് സിമ്പിൾ പ്രോട്ടീൻ? പ്രൊഡ്യൂസ് ആൽഫ അമിനോ ആസിഡ്. ഇത് ആൽഫ അമിനോ ആസിഡുകളാണ് എന്ത് ചെയ്യുക ഹൈഡ്രോളിസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണ് ആൽബുമിൻ. ആൽബുമിൻ നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ടയിലെ വെള്ള കണ്ടിട്ടില്ലേ, അതാണ് ആൽബുമിൻ, വൈറ്റ് എഗ്. ഓക്കെ, കെരാറ്റിൻ നമ്മുടെ ഹെയറിൽ നെയിൽസിൽ ഒക്കെ കാണുന്നത് എന്താണ് കെരാറ്റിൻ ആണ്. കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ആണ് അതിലുള്ളത്. ഓക്കെ, രണ്ടാമത്തേതാണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ. എന്താണ് കോൺജുഗേറ്റഡ് പ്രോട്ടീൻ? Produce non-protein part called prosthetic group along with amino acid. Non-protein part എന്ന് പറയുന്ന പേരാണ് prosthetic group. Okay, ഇതിന്റെ എക്സാമ്പിൾ ആണ് phospholipids. ഇനി അടുത്തതാണ് derived protein. Degradation product obtained by the partial hydrolysis. ഇവയുടെ സിമ്പിൾ പ്രോട്ടീൻസിന്റെയും കോൺജുഗേറ്റഡ് പ്രോട്ടീൻസിന്റെയും ഒക്കെ ഇത് പാർഷ്യൽ ഹൈഡ്രോളിസിസിലൂടെ ഫോം ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് derived proteins.
ഓക്കെ, ഇത്രയാണ് പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷനും പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷനും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറുകളെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇറ്റ് റെഫേഴ്സ് സീക്വൻസ് ഇൻ വിച്ച് അമിനോ ആസിഡ്സ് ആർ അറേഞ്ച്ഡ്. ഏത് സീക്വൻസിലാണ് അമിനോ ആസിഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഹീമോഗ്ലോബിനിൽ 574 അമിനോ ആസിഡുകളെ എന്ത് ചെയ്തിരിക്കുന്നു, ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അമിനോ ആസിഡുകളുടെ കേസിൽ ഒരു അമിനോ ആസിഡ് അതിന്റെ പ്ലേസിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടാൽ അവിടെ ഒരു ഡിഫക്ട് സംഭവിക്കും. അതിന് പറയുന്ന നമുക്ക് ഹീമോഗ്ലോബിന്റെ കാര്യത്തിൽ പറയുന്ന രോഗത്തിന്റെ പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഇനി അടുത്തത് സെക്കൻഡറി സ്ട്രക്ചർ. ഇറ്റ് റെഫേഴ്സ് ഷേപ്പ് ഓർ കൺഫർമേഷൻ ഓഫ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ ബൈ ദി റിസൾട്ട് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഷേപ്പിലോ കൺഫർമേഷനിലോ ഉണ്ടാകുന്ന പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ ഷേപ്പിലോ കൺഫർമേഷനിലോ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സെക്കൻഡറി സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് സെക്കൻഡറി സ്ട്രക്ചർ: ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ, ബീറ്റ പ്ലേറ്റഡ് സ്ട്രീറ്റ് സ്ട്രക്ചർ. ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ എന്താണ് പറയുന്നത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്ന പ്രോട്ടീനാണ് മയോസിൻ. ഇനി ബീറ്റ പ്ലേറ്റഡ് സ്ട്രീറ്റ് സ്ട്രക്ചർ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന്റെ കേസിലുള്ള പോളിപെപ്റ്റൈഡുകളുടെ ചെയിനിലെ ഷേപ്പും കൺഫർമേഷനും ആണ് ആര് പറയുന്നത്? ബീറ്റ പ്ലേറ്റഡ് സ്ട്രീറ്റ് സ്ട്രക്ചർ പറയുന്നത്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോളിപെപ്റ്റൈഡ് സിഗ്സാഗ് മാൻ. ഇതിൽ എങ്ങനെയായിരിക്കും പോളിപെപ്റ്റൈഡ് ബോണ്ടുകൾ സിഗ്സാഗ് മാൻ ആയിരിക്കും അറേഞ്ച്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഫൈബ്രോയിഡ്. ഇനി അടുത്തത് നമുക്ക് സ്ട്രക്ചർ പ്രൈമറി സ്ട്രക്ചർ പറഞ്ഞു, സെക്കൻഡറി സ്ട്രക്ചർ പറഞ്ഞു, ആൽഫ ഹെലിക്സ് സെക്കൻഡറി സ്ട്രക്ചറിന്റെ ആൽഫ ഹെലിക്സ് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടെർഷ്യറി സ്ട്രക്ചർ. എന്താണ് ടെർഷ്യറി സ്ട്രക്ചർ? അതിനെ പറ്റിയാണ് പറയുന്നത്. refers folding, coiling, binding of polypeptide chain produce 3D structure. Globular protein. ഇതിന്റെ എക്സാമ്പിൾ ആണ് globular protein. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് denaturation of protein എന്താണ് denaturation of protein? ഇവിടെ നോക്കിക്കോ, proteins are heated or treated with acid or alkali. Proteins are heated or treated with acid or alkali. Secondary or tertiary structures are changed. Secondary or tertiary structures are changed. അതിനാണ് ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് denaturation എന്ന് പറയുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുന്നു. എന്തൊക്കെ കാരണമായിട്ട്? ഹീറ്റിംഗ് അല്ലെങ്കിൽ ട്രീറ്റഡ് വിത്ത് ആസിഡ് ഓർ ആൽക്കലി. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് denaturation of protein. നമ്മൾ നോക്കുക, എഗ്ഗ് കണ്ടിട്ടില്ലേ? നമ്മൾ എഗ്ഗ് പുഴുങ്ങുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? റിജിഡ് ആയിട്ട് മാറുന്നില്ലേ? അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ ചേഞ്ച്ഡ് ടു ഫൈബ്രസ് പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആർ ചേഞ്ചസ് ടു ഫൈബ്രസ് പ്രോട്ടീൻ. ഇനി നോക്കുക എന്തൊക്കെയാണ് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ നോക്കാം. ആക്ട് ആസ് എൻസൈം. പ്രോട്ടീൻ ആക്ട് ആസ് എൻസൈംസ്. അടുത്തത് നമ്മൾ നോക്കുക, നമുക്കറിയാം ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ ആണ്. എത്ര അമിനോ ആസിഡുകൾ ഉണ്ട്? 574 അമിനോ ആസിഡുകൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ആക്ട് ആസ് ഓക്സിജൻ കാരിയർ ഇൻ ദ ബ്ലഡ്. ഓക്സിജൻ കാരിയർ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഓക്സിജൻ കാരിയർ ആയിട്ടാണ് ഹീമോഗ്ലോബിൻ ആക്ട് ചെയ്യുന്നത്. ഇനി ഇൻസുലിൻ, നമുക്കറിയാം ഇൻസുലിൻ മെയിൻറ്റെയിൻ ദ ഷുഗർ ലെവൽ ഇൻ ദ ബോഡി. ഇൻസുലിൻ മെയിൻറ്റെയിൻ ദി ഷുഗർ ലെവൽ ഇൻ ദ ബോഡി. ഇതൊക്കെയാണ് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. കുറച്ചെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് denaturation of protein. ഇതാണ് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻസൈമുകളെ പറ്റിയാണ്. എൻസൈംസ് നമ്മൾ പറഞ്ഞു, എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനിന്റെ ബയോളജിക്കൽ ഫങ്ഷൻ ആണ് എൻസൈംസ്. എൻസൈംസിനെ നമ്മൾ കോമൺലി വിളിക്കുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് അൾട്ടർ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. They are highly specific ആണ്. എൻസൈംസ് എന്താണ്? ഹൈലി സ്പെസിഫിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആക്റ്റീവ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കും എല്ലാ എൻസൈംസും ആക്ട് ചെയ്യുന്നത്. സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ 10 മില്യൺ ടൈംസ്. ഒരു റിയാക്ഷനെ 10 മില്യൺ ടൈംസ് വരെ എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് അപ്പ് ചെയ്യാൻ ഒരു എൻസൈമിനെ കൊണ്ട് പറ്റും. സ്മോൾ എമൗണ്ട് ഓഫ് എൻസൈം ആർ നീഡഡ് ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കുറഞ്ഞ എമൗണ്ട് എന്ത് മതി? എൻസൈംസ് മതി. ആക്ഷൻ ഇൻഹിബിറ്റഡ് ബൈ ഇൻഹിബിറ്റേഴ്സ്. ഒരു എൻസൈമിന്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് എൻസൈം. എങ്ങനെയാണ് എൻസൈമിന്റെ ആക്ഷൻ നടക്കുന്നത്?
ഒരു എൻസൈം ഒരു സബ്സ്ട്രേറ്റുമായി കൂടിച്ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. ആ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്തായി മാറും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. എന്തായി മാറും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. ആ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് എൻസൈം ആൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എൻസൈമും പ്രൊഡക്റ്റും ആയിട്ട് മാറും. ഇതാണ് ഒരു മെക്കാനിസം ഓഫ് എൻസൈം. ഒരു എൻസൈമിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ആദ്യം എൻസൈം സബ്സ്ട്രേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അവർ രണ്ടും പിന്നെയും പോയിട്ട് എന്ത് ചെയ്യും? എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. അവർ രണ്ടും വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും? ഡൈവേഴ്സ് ചെയ്യും. എന്താവും? എൻസൈം ആൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് അവർ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് മെക്കാനിസം ഓഫ് എൻസൈം. എന്താണ് കോഫാക്ടർ? കോഫാക്ടർ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഇൻ ദ എൻസൈം ആണ്. എൻസൈമിന്റെ നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമായ ന്യൂക്ലിക് ആസിഡ് ആണ്. എന്താണ് ന്യൂക്ലിക് ആസിഡ്? പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമേഴ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിക് ആസിഡ്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദേ സിന്തസിസ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ട്രാക്ട്സ്. ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ട്രാക്ട്സ്, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മെറ്റീരിയൽസിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിക് ആസിഡുകളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ഭാഗം RNA ആൻഡ് DNA. നമുക്കറിയാം എന്താണ് RNA, എന്താണ് DNA. RNA എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA put genetic information into the cell. അതായത് ഇയാൾ ജനറ്റിക് ഇൻഫർമേഷനുകൾ നൽകുന്ന ആളാണ് ആര്? RNA. DNA എന്താണ്? കാരിയർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ്. ജനറ്റിക് ഇൻഫർമേഷൻസിന്റെ കാരിയർ ആണ് ആര്? DNA. നമ്മൾ പറയാറില്ലേ DNA ഫിംഗർ പ്രിന്റിംഗ് നടത്തി ഫാദർ ആണെന്ന് അറിയാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത്. അതായത് തലമുറകളായി എന്താണ് ട്രാൻസ്ഫർ ചെയ്ത് പോരുന്ന സാധനമാണ് DNA. ഓക്കെ, ഇനി റൈബോസ് ഷുഗർ. RNA-കൾ എന്താണ്? റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ DNA എന്തായിരിക്കും? ഡിയോക്സി റൈബോസ് ആയിരിക്കും. അപ്പോൾ ഇതിലുള്ളത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ ആൻഡ് സൈറ്റോസിൻസ് ആണ് RNA കാണുന്നത്. DNA കാണുന്നതോ ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഓക്കെ, ഇയാൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, ഇയാൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇയാൾക്ക് സൈറ്റോപ്ലാസം കാണുന്നു, ഇയാൾക്ക് ന്യൂക്ലിയസ് കാണും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു, കുറച്ച് ഡെപ്തിലും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് സ്റ്റാർച്ച് എന്നാണ് ചോദ്യം. നമുക്കറിയാം സ്റ്റാർച്ച് ഇസ് എ പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡുകൾക്ക് നമ്മൾ കോമൺ ആയിട്ടൊരു ജനറൽ ഫോർമുല പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ജനറൽ ഫോർമുല? C6H10O5 n ടൈംസ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ പ്രൊഡ്യൂസിങ് ഷുഗർ. നമുക്കറിയാം നോൺ പ്രൊഡ്യൂസിങ്ങിന് ഒരു കോമൺ എക്സാമ്പിൾ ഏതാ പറഞ്ഞത്? സൂക്രോസ് ആണ്. ഓപ്ഷനിലുണ്ടോ നോക്കിയേ? ഓപ്ഷൻ ബി അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഗ്ലൈസിൻ ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓപ്ഷനിലല്ലേ നോക്കിയേ? ഓപ്ഷൻ എ കാണുന്നില്ലേ? ഓപ്ഷൻ എ ഗ്ലൈസിൻ. ഗ്ലൈസിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാൾട്ടോസിനെ എങ്ങനെ ഗ്ലൂക്കോസ് ആക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? അപ്പോൾ നമുക്കറിയാം മാൾട്ടേസ് എൻസൈം ആണ് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്ഷനിലെ നോക്കിയേ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? നമ്മുടെ ഗ്ലൂക്കോസ് റിയാക്ഷൻ വിത്ത് ടോളറൻസ് റിയേജന്റ് നമുക്ക് സിൽവർ മെഡൽ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷനിൽ ആരുടെ പ്രസൻസ് ആണുള്ളത് എന്നാണ്. നമ്മൾക്കറിയാം ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്തായിരുന്നു? C6H12O6. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ ആൽഡോഹെക്സോസ്. എന്താ പറഞ്ഞത്? ആൽഡോഹെക്സോസ് എന്നാ പറഞ്ഞത്. എന്തായിരുന്നു ആൽഡോഹെക്സോസ് എന്ന് പറഞ്ഞാൽ? വിച്ച് കണ്ടെയ്ൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഏതാണ്? നമുക്കറിയാം CHO ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. CHO ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ,
ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ഇൻകറക്റ്റ് എന്ന്. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ മേക്സ് ഇറ്റ് മോർ ആക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? അല്ല, നമുക്കറിയാം ഡിനേച്ചറേഷൻ മേക്ക് ഇറ്റ് ഇൻആക്റ്റീവ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ആറാമത്തെ കിട്ടിയല്ലോ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് അസിഡിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമിനോ ആസിഡുകളുടെ കൂട്ടത്തിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് അസിഡിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു അമിനോ ആസിഡ് അസിഡിക് ആണെന്ന് പറയുന്നത്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നത് ആണല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇയാൾ അസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ എന്ന് പറയുന്നത്? COOH അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അയാൾ അസിഡിക് ആണെന്ന് പറയും. അതുപോലെ NH2 ഗ്രൂപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അയാൾ ബേസിക് ആണെന്ന് പറയും. NH2 ഈക്വൽ ടു COH ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അയാൾ ന്യൂട്രൽ ആണെന്ന് പറയും. ഇതിൽ ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ഏതാണ് അസിഡിക് എന്നാണ് ചോദ്യം. ഗ്ലൂട്ടാമിക് ആസിഡ് തന്നിട്ടുണ്ടല്ലോ, ഓപ്ഷൻ ഡി. ഗ്ലൂട്ടാമിക് ആസിഡിന് എന്തുണ്ട്? 2 COH ഗ്രൂപ്പ് ഉണ്ട്. അയാൾ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എവിടെയാണ്, ഏതിലാണ് കാണുന്നത് എന്ന ചോദ്യം. അതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്: ഹെയർ, പിന്നെ വൂള്, പിന്നെ സിൽക്ക്, ഓൾ ഓഫ് ദിസ്. ആദ്യം തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിലും എന്തുണ്ട്? കെരാറ്റിൻ ഉണ്ട്. പിന്നെ മസിൽസിലും കെരാറ്റിൻ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ എല്ലാത്തിലും കെരാറ്റിൻ ഉള്ള സ്ഥിതിക്ക് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. എന്താണ് ഓപ്ഷൻ ഡി? ഓൾ ഓഫ് ദിസ്. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്നതിൽ ഏതാണ് പെപ്റ്റൈഡ് ഹോർമോൺ എന്നാണ്. നമുക്കറിയാം പെപ്റ്റൈഡ് ഹോർമോൺ അതിൽ ഏതാണെന്ന്. ഏതാണ് പെപ്റ്റൈഡ് ഹോർമോൺ? ഇൻസുലിൻ ആണ് പെപ്റ്റൈഡ് ഹോർമോൺ. നമ്മൾ പഠിച്ചതാണല്ലോ. ഓക്കെ, അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. പത്താമത്തെ ചോദ്യം നോക്കിക്കോ. എന്താണ് പത്താമത്തെ ചോദ്യം? ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്ന എത്ര അമിനോ ആസിഡുകൾ ഉണ്ട് എന്ന ചോദ്യം. എത്ര അമിനോ ആസിഡുകളെയാണ് ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്നത്? ടോട്ടൽ 20 അമിനോ ആസിഡുകളാണുള്ളത്. ഓക്കെ, അതിൽ 10 എണ്ണം ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്നതാണ്. 10 എണ്ണം നമുക്ക് ഡയറ്റിലൂടെ കിട്ടുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, തിയറി പറഞ്ഞല്ലോ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. എന്താണ് 10 എണ്ണം? 10 എണ്ണം ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്ന 10 എണ്ണം നോൺ എസെൻഷ്യൽ ആണ്. നമുക്ക് ഡയറ്റിലൂടെ കിട്ടുന്നത് എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഏതൊക്കെയാണ്, എത്ര നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഉണ്ട് എന്ന ചോദ്യം. ഓപ്ഷൻ സി എന്താണ്? 10 ആണ്. ആണല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 ആണ് നോൺ എസെൻഷ്യൽ, 10 ആണ് എസെൻഷ്യൽ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ 11ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്? എന്താണ് സിറ്റർ അയോൺ? സിറ്റർ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി സെയിം മോളിക്യൂൾ ആർ ഓപ്പോസിറ്റ്ലി ചാർജ്. ഓക്കെ, അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതാണ്? എ ആണോ? അല്ലല്ലോ. ബി ആണോ? അല്ലല്ലോ. സി ആണോ? ആണോ? ആണ്. സി ആണ് 11ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? 12ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇൻ ആൽക്കലൈൻ മീഡിയം ഗ്ലൈസിൻ predominantly exist as. എന്തായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലൈസിൻ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ, ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. ഗ്ലൈസിൻ ബേസിക് മീഡിയത്തിലാവുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അയാൾ ആനിയോൺ ആയിട്ടാണ് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. ആനിയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അയാൾ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? അയാൾ ആനിയോണിക് പാർട്ടിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ pH എന്തായിരിക്കും? ഐസോഇലക്ട്രിക് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓപ്ഷൻ ഏതാണ്? ബി, ആനിയോൺ. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഫാറ്റ് സോളിബിൾ നോട്ട് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഫാറ്റ് സോളിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും? ഏത് വിറ്റാമിൻ ആണ് ഫാറ്റ് സോളിബിൾ അല്ലാത്തത്? ഏതാണ്? നമുക്കറിയാം വിറ്റാമിൻ A, D, E, K are fat soluble. A, D, E, K are fat soluble. ഈ വിറ്റാമിൻ എ അല്ല, വിറ്റാമിൻ ഡി അല്ല, വിറ്റാമിൻ ഇ അല്ല, വിറ്റാമിൻ കെ അല്ലാത്ത ഏതാണ് അതിൽ ഓപ്ഷനിലുള്ളത്? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ അറിഞ്ഞിരിക്കുക, വിറ്റാമിൻ എ, ഡി, ഇ, കെ ആർ ഫാറ്റ് സോളിബിൾ. ഓക്കെ, വിറ്റാമിൻ ബി കോംപ്ലക്സ് ഈസ്
വാട്ടർ സോളിബിൾ ആണ്. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്താണ്? വാട്ടർ സോളിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എൻസൈംസ് ആർ മേഡ് അപ്പ് ഓഫ്. എൻസൈംസ് എന്താണ്? എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. എന്താണ്? സ്പെസിഫിക് ഓർഡേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് എൻസൈംസ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ സെറ്റ് തന്നിട്ട് ഇയാൾ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കീറ്റോ ഹെക്സോസ്. ഇയാൾ ഒരു കീറ്റോ ഹെക്സോസ് ആണോ? ഇയാൾ കീറ്റോ ഗ്രൂപ്പ് ആണോ? അല്ല, ഇയാൾ ഒരു ആൽഡിഹൈഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. ബി നോക്കിക്കോ. ആൽഡോ ഹെക്സോസ്. ആൽഡോ ഹെക്സോസ് ആണോ? നോക്കിയിട്ട് എന്താണ് തോന്നുന്നത്? ഇയാൾ ഒരു ആൽഡോ ഹെക്സോസ് ആണ്. ആണല്ലോ. ഇയാൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. എന്താണ്? ഹെക്സ് ആണ്. 6 കാർബണുകളുണ്ട്. അപ്പോൾ ആൽഡോ ഹെക്സോസ് ആണ്. ഓക്കെ, ആ ഓപ്ഷൻ ആണ് വെക്കാം. ബാക്കിയുള്ളവർ നോക്കാം. അടുത്തത് ആൽഫ ഫ്യൂരാനോസ്. ഇയാൾ ഫ്യൂരാൻ സ്ട്രക്ചർ ആണോ? അല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇനി നോക്കുക. ഡി ആൽഫ പൈരനോസ്. അപ്പം ആൽഫ പൈരനോസ് ആണോ ഇത്? നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാർബൺ അല്ലേ? ഒന്നാമത്തെ കാർബൺ എന്താണ്? മുകളിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. മുകളിൽ OH ഗ്രൂപ്പ് വന്നാൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഇയാൾ ബീറ്റ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഇയാൾ താഴെ പറയുന്നത് എന്താ പറയാമായിരുന്നു? ഇയാൾ ആൽഫ എന്ന് പറയുന്നത്. പക്ഷെ ഇയാൾ എന്താണ്? ബീറ്റ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത്. ഇവരാരുടെ ഗ്ലൂക്കോസ് റിയാക്ഷൻ നടത്തുന്നുണ്ടോ? ഇല്ല. ഇതല്ല, ആരുമായിട്ട് എന്തില്ല? ഗ്ലൂക്കോസ് റിയാക്ഷൻ നടത്തുന്നില്ല. ആരോടൊക്കെയാണ് ഗ്ലൂക്കോസ് റിയാക്ഷൻ നടത്തുന്നത്? ഫാലിങ്സ്, ടോളൻസ്, പിരിഡിൻ, പിന്നെ NaHG, CH3OH, PCl5. ഇവരോടൊക്കെയാണ് ആര് റിയാക്ഷൻ നടത്തുന്നത്? ഗ്ലൂക്കോസ് റിയാക്ഷൻ നടത്തുന്നത്. ഈ പറഞ്ഞ ആൾക്കാർ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ 3 ആൾക്കാരായിട്ട് റിയാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഡി ആണ് കറക്റ്റ്. നൺ ഓഫ് ദിസ്. ഓക്കെ, ആരോടൊക്കെയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇയാൾ ആരൊക്കെയാണ്? ഇയാൾ ആരാണ്? നോക്കിയിട്ട് എന്താ തോന്നുന്നത്? ഇയാൾ ഒരു ഒലിഗോസാക്കറൈഡ് ആണ്. ആണല്ലോ. ഇയാൾ ആരാണ്? ഫസ്റ്റ് നോക്കാം. ഇയാൾ ആരാണെന്ന് നോക്കാം. എന്താ മനസ്സിലാവുന്നത്? ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എ ആർ റൈറ്റ് ഗാലക്ടോസ്, ലെഫ്റ്റ് ഗ്ലൂക്കോസ്. റൈറ്റ് ഗാലക്ടോസ്, ലെഫ്റ്റ് ഗ്ലൂക്കോസ് ആണോ? ഇത് ഗ്ലൂക്കോസ് ആണോ? അല്ല. ഇത് ഗാലക്ടോസ് ആണോ? അതുമല്ല. ഇയാൾ ഗാലക്ടോസ് അല്ലേ? ആണ്. അപ്പോൾ ലെഫ്റ്റ് ഗാലക്ടോസും റൈറ്റ് ഗ്ലൂക്കോസ് ആണോ? അത് എല്ലാം നോക്കി നോക്കിയേ. ഇത് ഗ്ലൂക്കോസ് അല്ലേ? ആണ്. അപ്പം റൈറ്റ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ഇത് ഓപ്ഷൻ എ തെറ്റാണ്. ബി ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ആണോ? അല്ല, ഗ്ലൂക്കോസ് ആണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. അനോമറിക് OH. അനോമറിക് OH ഇല്ലേ? ആൽഡിഹൈഡിന് നമ്മളെ ഗ്ലൂക്കോസിന് അനോമറിക് OH ഉണ്ട് അല്ലേ? ഇത് എന്താണ്? തെറ്റാണ്. നൺ ഓഫ് ദിസ് ശരിയാണോ? അതെ, നൺ ഓഫ് ദിസ് ശരിയാണ്. കാരണം ഇയാള് ഒരു ഗാലക്ടോസ് ആണ്. ഇയാളൊരു ഗ്ലൂക്കോസ് ആണ്. നമുക്കറിയാം. ഇയാൾ ഏത് ഗാലക്ടോസ് ആണ്? ഇയാള് മുകളിലല്ലേ OH ഗ്രൂപ്പ് പോകുന്നത്. അപ്പോൾ ഇയാൾ എന്താണ്? ബീറ്റ ഡി ഗാലക്ടോസ് ആണ്. ഇയാൾക്ക് എവിടെയാണ് OH ഗ്രൂപ്പ് പോകുന്നത്? ഫസ്റ്റ് കാർബണില് മുകളിലാണ്. അപ്പോൾ ഇയാൾ എന്താണ്? ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇയാൾ ബീറ്റ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആണ്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലാക്ടോസ് ആണ്. ഇതെന്താണ്? ഒരു ലാക്ടോസ് ആണ്. ഇതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 18ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? A neutral amino acid, the isoelectric point is 5.8. The solubility will be solubility maximum ആണോ, മിനിമം ആണോ, 0 ആണോ, അൺപ്രഡിക്റ്റബിൾ ആണോ? നമുക്കറിയാം, when isoelectric point is increases, solubility will be low. Isoelectric point കൂടുന്നതിനനുസരിച്ച് solubility എന്ത് ചെയ്യും? കുറയും. ഇയാളുടെ ഐസോലെക്ട്രിക് പോയിന്റ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ മറ്റേ എന്തായിരിക്കും നമ്മുടെ ആൻസർ? മിനിമം ആയിരിക്കും. എന്തായിരിക്കും ആൻസർ? മിനിമം അല്ലെങ്കിൽ ലോ ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. pH 2 ആകുമ്പോൾ ഐസോലെക്ട്രിക് പോയിന്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ pH 10.9 ആണെങ്കിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ത് ഫോമിലായിരിക്കും? നമുക്കറിയാം pH കൂടുന്നതിനനുസരിച്ച് ഇയാൾ എന്താവും?
ബേസിക് ആവും അല്ലെങ്കിൽ ആനിയോണിക് ആയി മാറും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ആനിയോണിക് ആവും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അമിനോ ആസിഡ് 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഹാവ് അയഡിൻ? ഏത് ഹോർമോണിനാണ് അയഡിൻ ഉള്ളത്? നമുക്കറിയാം തൈറോക്സിനാണ് അയഡിൻ ഉള്ളത്. ഓക്കെ, ഇൻസുലിൻ എന്താ ഉള്ളത്? ഇൻസുലിന് സൾഫർ ആണുള്ളത്, സൾഫർ RSS. ബാക്കി രണ്ടാൾക്കാർക്ക് എന്താ ഉള്ളത്? OH ഗ്രൂപ്പുകളൊക്കെയാണുള്ളത്. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, തൈറോക്സിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.